അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. KPS 2 സിഹറുൽ ബയാൻ 2024 മാർച്ച് ആനുവൽ ഇവാലുവേഷൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷകളിലൊക്കെ വിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒന്നാമത്തെ ചോദ്യം നുലാഹിൽ വനോജീബു. ഇവിടെ കുറച്ച് ചിത്രങ്ങളും അതിൻ്റെ അടിയിൽ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് എഴുതാനാണ് ഇവിടെ വന്നിട്ടുള്ള മോഡൽ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചിത്രം ഒരു മേശയുണ്ട്, അതിൻ്റെ മേലെ ഒരു ബുക്കുണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? മാത അലത്താവിലെത്തി, മേശയുടെ മുകളിൽ എന്താണ്? നോക്കാം. അലത്താവിലെത്തി ഡേഷ്. താഴെ ഓപ്ഷൻസ് ഹക്കീബത്തുൻ അല്ലെങ്കിൽ കിതാബ്. ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ബുക്ക് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതാം. നമുക്ക് ചിത്രത്തിൽ തന്നെ കാണാം ഇതൊരു ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിതാബാണ് അല്ലേ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു ആന, ഒരു ഭാരമുള്ള ഒരു വസ്തു ഉയർത്താണ്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് നോക്ക്. മൻ യർഫഉൽ അസ്കാല, ആരാണ് ഭാരം ഉയർത്തുന്നത്? മൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന്. അപ്പോൾ ഡേഷ് യർഫഉൽ അസ്കാല, ഡേഷ് ആണ് ഭാരം ഉയർത്തുന്നത്. ആരാണ്? ആനക്ക് എന്ന് അറബി പറയാം. ഇവിടെ ഫീൽ, ജറാഫ. ജറാഫ എന്ന് പറഞ്ഞാൽ ജിറാഫ്. അപ്പോൾ ഫീലാണല്ലേ ആനക്ക് പറയാം. അപ്പോൾ ഇവിടെ എഴുതാം അൽ ഫീലു യർഫഉൽ അസ്കാൽ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉത്തരം അൽ ഫീലു യർഫഉൽ അസ്കാൽ. ഇനി ഒരു മാൻ ഓടാണ് അല്ലേ. അപ്പം മൻ എഴുതു, ആരാണ് ഓടുന്നത്? മൻ എന്ന് പറഞ്ഞാൽ ആരാണ്. മൻ എഴുതു, ആരാണ് ഓടുന്നത്? ഉത്തരം എന്താ? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ലബി, മാൻ, അൽ ബക്കറ, പശു. അപ്പോൾ ലബിയാണ് ഉത്തരം. ലബി എന്ന് പറഞ്ഞാലാണല്ലോ മാൻ. അപ്പോൾ എഴുതു ലബിയോ, മാനാണ് ഓടുന്നത്. ഇനി നോക്ക് അടുത്ത ചിത്രത്തിൽ കുറച്ച് കുട്ടികളുണ്ട്. അവിടെ ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ കുറച്ച് പൂക്കളുണ്ട്. കം എന്ന് പറഞ്ഞാൽ എത്ര. കം സഹറൻ, എത്ര പൂക്കളാണ് ഫിൽ ബുസ്താൻ, പൂന്തോട്ടത്തിലുള്ളത്? പൂന്തോട്ടത്തിൽ എത്ര പൂക്കളാണുള്ളത്? ഉത്തരം പറയാണ് ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട് ഡേഷ് അസ്ഹാർ, ഡേഷ് പൂക്കളുണ്ട്. എണ്ണം ഹംസ. ഓപ്ഷൻ ആണ് നോക്കിയേ. ഹംസ എന്ന് പറഞ്ഞാൽ 5 എണ്ണം അല്ലേ. അർബഅത്ത് എന്ന് പറഞ്ഞാൽ 4 എണ്ണം. ഇപ്പോൾ എത്ര എണ്ണമാണുള്ളത്? ഇവിടെ എണ്ണിയൊക്കെ കാണാം. 4 എണ്ണമാണ്, 5 എണ്ണമാണോ? ചെറിയ പൂവുണ്ട്. 1 2 3 4 5 പൂക്കളുണ്ട്. ഇപ്പോൾ ഫിൽ ബുസ്താനി ഹംസത്തു അസ്ഹാർ. ഹംസ എഴുതി കൊടുക്കണം ഇവിടെ. ഓക്കെ. ഇനി ഇത് ഓരോന്നിൻ്റെയും പാഠഭാഗം നമുക്കൊന്ന് നോക്കി നോക്കാം. ഓരോ ചോദ്യവും ഏത് പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ 26 നിന്ന് വന്നിട്ടുണ്ട്. പേജ് നമ്പർ 26 ആണിത്. ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ചോദ്യം നമുക്കൊന്ന് നോക്കി നോക്കാം. മാത അളത്താവിലെത്തി, മേശയുടെ മുകളിൽ എന്താണ്? 2 ഓപ്ഷൻ ഉണ്ട്. സുന്തോക്ക്, ബോക്സ്, കിതാബ്, പുസ്തകം. അപ്പോൾ കിതാബിന് നമ്മൾ ടിക്കറ്റ്. ഇനി ഐന യൽഅബുൽ ഔലാദ്, ഇവിടെ കുറേ കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് അല്ലേ. പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് ഐന, എവിടെയാണ് യൽഅബുൽ ഔലാദ്, കുട്ടികൾ കളിക്കുന്നത്? ഫിൽ മൽഅബി, പ്ലേ ഗ്രൗണ്ടിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ. ഉത്തരം എന്താണ്? ഫിൽ മൽഅബി. അടുത്തത് ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ട് അല്ലേ. സൂര്യൻ ഇങ്ങനെ മലയുടെ മുകളിലൂടെ ഇങ്ങനെ ഉദിക്കുന്നുണ്ട്. രാവിലെയാണല്ലോ സൂര്യൻ ഉദിക്കുക. അപ്പോൾ നോക്കുക ചോദ്യം എന്താണ്? മത, എപ്പോഴാണ്? ഷംസു, സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണ്? മസാഅൻ, വൈകുന്നേരം. സ്വബാഹൻ, പ്രഭാതത്തിൽ, രാവിലെ. അപ്പോൾ ഉത്തരം എന്താണ് നമ്മൾ എഴുതേണ്ടത്? സ്വബാഹൻ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ചിലപ്പം വരാം കേട്ടോ. ഈ ഒരു സാധ്യതയിലാണ് നമ്മളിത് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. ഒരു ഉസ്താദ് എന്താണ് മദ്രസയുടെ മുൻപിലുണ്ട്. ചോദിക്കുന്നത് എന്താ? മൻ, ആരാണ് അമാമൽ മദ്രസത്തി, മദ്രസയുടെ മുമ്പിൽ ആരാണ്? ഓപ്ഷൻ 1 അൽ മുദരിസ്, ടീച്ചറാണ്. അൽ മുസാരിയോ, കൃഷിക്കാരനാണ്. ഉത്തരം എന്താ? അൽ മുദരിസ്, ടീച്ചറാണെന്നല്ലേ. ഇനി അടുത്ത ചോദ്യം. കം സഹറൻ ഫിൽ ബുസ്താനി, ഒരു പൂന്തോട്ടമുണ്ട്, അതിൽ കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ചോദിക്കണം കം, എത്ര, സഹറൻ പൂക്കൾ, എത്ര പൂക്കളുണ്ട് ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ? ഓപ്ഷന് സലാസത്തുൻ, ഹംസത്തുൻ. സലാസ എന്ന് പറഞ്ഞാൽ 3, ഹംസ എന്ന് പറഞ്ഞാൽ 5. ഉത്തരം ഏതാ? സലാസത്തുൻ, 3 പൂക്കളുണ്ട്. അടുത്ത ചോദ്യം മൻ യർഫഉൽ അസ്കാല, ആനയുടെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അത് പേജ് നമ്പർ 36 കേട്ടോ. ആ പേജ് എടുക്കാം. ഈ ഒരു പേജിൽ നിന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. ഏതാണ് ആ ചോദ്യം? ഈ ചിത്രത്തിൻ്റെ ചോദ്യം. നമുക്ക് ഈ മൊത്തത്തിലൊന്ന് നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ യർഖുസു, നൃത്തം ചെയ്യുന്നു. യർമിൽ ഖുർസ, ഡിസ്ക് എറിയുന്നു, ഡിസ്ക് ത്രോ ചെയ്യുന്നു. യർമിർ റുംഹ, കുന്തമെറിയുന്നു. യർഫഉൽ അസ്കാല, ഭാരം ഉയർത്തുന്നു. യഅദു, ഓടുന്നു. യസ്ബഹു, നീന്തുന്നു. അപ്പോൾ ഓരോന്നിന് അനുസരിച്ചുള്ള ചിത്രം യോജിപ്പിക്കാം നമുക്ക്. അപ്പോൾ അർണബിൻ്റെ ഫസ്റ്റത്തെ ചിത്രം അർണബ് ഒരു കുന്തം എറിയാണ്. അപ്പോൾ അതിൽ അർണബു
യർമി റംഹ, അത് ഓൾറെഡി ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത വർക്കാണ്, എന്നിരുന്നാലും ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ ഒരു കരടി നീന്താണ് അല്ലേ. അപ്പോൾ അദ്ദുബ് കരടി നീന്തുന്നതിൻ്റെ അറബി ഏതാണ്? യസ്ബഹു ആണ് അല്ലേ, ഏറ്റവും പടി ഭാഗത്തുള്ള യസ്ബഹു ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ യോജിപ്പിക്കേണ്ടത്, ഇവിടെ എടുത്ത് എഴുതാം. അദ്ദുബ് യസ്ബഹു. ഇനി മൂന്നാമത്തത് ഒരു മയിൽ നൃത്തം ചെയ്യുകയാണ്. അത്താഊസു ഏതാണ് നൃത്തം ചെയ്യുന്നതിന് അറബി വാക്ക്? യർക്കൂസ് അല്ലേ, ഫസ്റ്റത്തെ. അപ്പോൾ യർക്കൂസാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, നൃത്തം ചെയ്യുന്നു. ഇനി ഒരു മാന് ഓടാണ് അല്ലേ, ഓടുന്നതിൻ്റെ അറബി എന്നാ? യഴുതു. അപ്പോൾ അല്ലവിയു യഴുതു, ഇതാണ് അവിടെ വേണ്ടത്. ഇനി ഒരു കുറുക്കന് ഡിസ്ക് എറിയാണ് അല്ലേ, ഡിസ്ക്. അപ്പോൾ സഅലബ് കുറുക്കൻ എന്താണ്? യർമി കുർസ, ഡിസ്ക് എറിയുന്നു. അസഅലബു യർമി കുർസ. ഇനി ഒരു ആന ഭാരമുയർത്താണ്. അൽ ഫീലു ആന ഉയർത്തുന്നു, ഭാരമുയർത്തുന്നു. യർഫുൽ അസ്കാൽ ഭാരം ഉയർത്തുന്നു. അപ്പോൾ ഇതിനോട് യോജിച്ചത് ഇതാണ്. അപ്പോൾ ഈ പേജ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഇതിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. ഈ പേജ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആനയെക്കുറിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ പേജ് നമ്മൾ വായിച്ചു. മാനിനെക്കുറിച്ചും അതേ പേജിലാണ് വരുന്നത്. ഇനി പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്, എത്ര പൂക്കളുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം അതേത് പേജിലാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തത് നഅ്ദു വനക്തുബു ഫിൽ അറബിയ. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഈ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം എണ്ണി നോക്കുക, കൗണ്ട് ചെയ്യുക, എന്നിട്ട് അത് അറബിയിൽ എഴുതാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പേജ് നമ്പർ 69 ഒന്ന് നോക്കാം, കാരണം അതിലാണ് നമ്പേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. 11 അറബിയിൽ പറയുക അഹദ അഷറ. 12 ഇസ്ന അഷറ. 13 സലാസ അഷറ. 14 അർബ അഷറ. 15 ഹംസ അഷറ. 16 സിത്ത അഷറ. 17 സബ അഷറ. 18 സമാനിയ അഷറ. 19 തിസ് അഷറ. 20 ഇഷ്റൂൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണി നോക്കാം, ഓരോന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇത് 18 എണ്ണം ഉണ്ട്. അപ്പോൾ 18 എന്താ നമ്മൾ പറയുക? 18 നമ്മൾ പറയുക സമാനിയ അഷറ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി മാംഗോ എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ഉണ്ട്. അപ്പോൾ 13 എന്താ നമ്മൾ പറയുക? സലാസ അഷറ എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി തക്കാളിയാണ് അല്ലേ. 1 2 3 4 5 10 15. ഇത് 15 ടൊമാറ്റോ ഉണ്ട്. 15 നമ്മൾ പറയുക ഹംസ അഷറ, അത് എഴുതി കൊടുക്കുക. ഇനി ഓറഞ്ച് 1 2 3 4 12. ഇതിൽ 12 ഓറഞ്ച് ഉണ്ട്. 12 നമ്മൾ പറയുക ഇസ്ന അഷറ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ബൈഹാറാക്കിയിരിക്കണം ഇൻഷാ അല്ലാഹ്. അത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഈ നമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റി കിതാബിൽ തന്നെ ഇപ്പുറത്തുണ്ട്. അത് നമ്മളെല്ലാവരും ചെയ്തതാണ്. ചെയ്യാത്തവർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അത് നാളത്തെ പരീക്ഷയ്ക്ക് എന്താ ഒരു പക്ഷേ എളുപ്പമാവും. അല്ലാഹു തആല നമ്മുടെ പരീക്ഷ എളുപ്പമാക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം 3. മുലാഹിൽ വനക്തുബു കമാ ഫിൽ മിസാൽ. ചിത്രം ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക, എന്നിട്ട് ഉദാഹരണത്തിൽ ചെയ്തതുപോലെ ആൻസർ ചെയ്യുക. ഉദാഹരണം ഇതാണ്. ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിൽ സമയം എത്രയായി? 8 മണിയാണല്ലേ. 8 മണിക്ക് അറബിയിൽ എന്താ പറയുക? അസാഅത്തു സാമിന. ഈ പാഠം ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ പാഠം എടുത്ത് നോക്കാം. പേജ് നമ്പർ 86 സമയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേജ് നമുക്ക് ആദ്യം ഒന്ന് വിശദീകരിക്കാം. അസാഅത്തുൽ യൗം, ഒരു ദിവസത്തെ സമയങ്ങൾ ഏതൊക്കെയാണ്? 1 മണിയാണ്. 1 മണിക്ക് അസാഅത്തുൽ വാഹിദ എന്ന് പറയും. 2 മണിക്ക് അസാഅത്തു സാനിയ. 3 മണിക്ക് അസാഅത്തു സാലിസ. 4 മണിക്ക് അസാഅത്തു റാബിയ. 5 മണിക്ക് അസാഅത്തു ഖാമിസ. 6 മണി അസാഅത്തു സാദിസ. 7 മണി അസാഅത്തു സാബിയ. 8 മണി അസാഅത്തു സാമിന. 9 മണി അസാഅത്തു താസിയ. 10 മണി അസാഅത്തു ആഷിറ. 11 മണി അസാഅത്തുൽ ഹാദിയ അഷറ. 12 മണി അസാഅത്തു സാനി അഷറ. ഇത് നമ്മൾ നേരത്തെ ബൈഹാർഡ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ എന്നാ 3 മണിയാണല്ലേ. 3 മണിയാണ്. 3 മണിക്കെന്ന് പറയുക അസാഅത്തു സാലിസ. 3 മണിക്കെന്ന് പറയുക ഇവിടെ ഉണ്ടല്ലോ 3 മണി. അസാഅത്തു സാലിസ എന്ന് പറയും. ഇതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ 10 മണിയാണ് അസാഅത്തു ആഷ്.
അല്ലേ? ഇവിടെ 10 മണി. അസാഅത്തു ആഷിറ. ഇനി എന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യന് 5 മണിയാണ്. ശരിക്കും നോക്കി നോക്കി. 5 മണി. 5 മണിക്കെന്ന് പറയുക അസാഅത്തു ഖാമിസ. കണ്ടില്ലേ? 5 മണിക്ക് അസാഅത്തുൽ ഖാമിസ. അപ്പോൾ ഇത് പഠിച്ചാലേ നമുക്ക് ഈ മോഡലിലെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. പക്ഷെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ പദത്തിൻ്റെയും സമയത്തിന് മുമ്പിൽ സാഅത്തുന്നുണ്ട്, പിന്നെ നമ്പേഴ്സാണ് എഴുതി കൊടുക്കേണ്ടത്. ആ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. വാഹിദ, സാനിയ, സാലിസ, റാബിയ, ഖാമിസ, സാദിസ, അങ്ങനെ എല്ലാ നമ്പറും അറിയാലോ. അപ്പോൾ ഫസ്റ്റ് സാഅത്തുനിന്ന് എഴുതി കൊടുക്കുക. ഏത് സമയം എഴുതുന്നെങ്കിലും ഫസ്റ്റ് എന്താക്കുക, സാഅത്തുനിന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ആ സാഅത്തിൻ്റെ നമ്പർ, ആ സമയം എത്രാമത്തെ സമയമാണോ അതിൻ്റെ നമ്പർ എന്താക്കുക, ആൻസറിൽ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 4 നുറത്തിബ് വനക്തുബ്. താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ, സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാക്കിയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ഓരോന്നിനെ അർത്ഥം നമുക്ക് പറയാം. അത്താമ ഭക്ഷണം, തഅ്കുലാനി അവ 2 പേരും, 2 സ്ത്രീകൾ ഭക്ഷിക്കുന്നു. അൽ ബിൻതാനി 2 പെൺകുട്ടികൾ. ഇതിലേതാണ് ഫസ്റ്റ് വരേണ്ടത്, ഏതാണ് സെക്കൻഡ് വരേണ്ടത്, ഏതാണ് ലാസ്റ്റ് വരേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ബിർക്കത്തി കുളത്തിലുണ്ട്, യസ്ബഹ്ന നീന്തുന്നു. അവർ കുറേ ആളുകൾ നീന്തുകയാണ്, സ്ത്രീകളാണ്. യസ്ബഹ്ന എന്നാണ് അവർ കുറേ സ്ത്രീകൾ നീന്തുന്നതിനാണ് പറയുക. അൽ ബനാത്തു പെൺകുട്ടികൾ. മൂന്നാമത്തെ ചോദ്യം, അസ്സഹറത്താനി 2 പൂക്കൾ, ഹാത്താനി ഇവ, ജമീലത്താനി സുന്ദരമാണ്. ഓക്കെ, അപ്പോൾ ഹാത്താനി എന്നുള്ളത് 2 എണ്ണത്തിന് പറയുന്ന പകരം ഹാദ എന്ന് പറയൂലേ, ദിസ്, അതിന് വേണ്ടിയിട്ട് അറബി പറയുന്ന വാക്കാണ് ഹാദിഹി. ഹാദിഹി എന്നുള്ളത് ഒറ്റ കാര്യത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഒരു മദ്രസ, ഹാദിഹി മദ്രസ എന്ന് പറയും. 2 മദ്രസയാണെങ്കിൽ ഹാത്താനി മദ്രസത്താനി എന്ന് പറയും. ഇവിടെ 2 പൂക്കളാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഹാത്താനി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ജമീലത്താനി 2 ഭംഗിയുള്ളതാണ്. അപ്പോൾ ഏതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ടാസ്ക്. 4 യദ്ഹബാനി അവ 2 പേര് പോകുന്നു. ഇലൽ മദ്രസത്തി മദ്രസയിലെ, ഹുമാ അവർ 2 പേരും. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് ആക്കുക? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ് വരിക. അൽ ബിൻതാനി തഅ്കുലാനി തആമ. അൽ ബിൻതാനി തഅ്കുലാനി തആമ. ഓക്കെ, 2 പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു. ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? അൽ ബിൻതാനി, രണ്ടാമത് തഅ്കുലാനി, പിന്നെ തആമ. ഫത്ഹ്, ഇത് മഫ്ഊൽ ആയതുകൊണ്ടാണ് ഇത് അവസാനം വരുന്നത്. മഫ്ഊലായ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും ഫത്ഹ് ആയിരിക്കും, അക്കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഫിൽ ബിർക്കത്ത് യസ്ബഹ്ന അൽ ബനാത്ത്. ഇത് നമുക്ക് പാഠഭാഗത്തുള്ള പേജിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പേജ് നമ്പർ 37 നമുക്ക് എടുക്കാം കേട്ടോ. പേജ് നമ്പർ 37 ഇതിൻ്റെ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റി ചെയ്താൽ അതുപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. കുറച്ച് പെൺകുട്ടികൾ നീന്താണ്, കുറച്ച് ആളുകൾ ഹോസ്പിറ്റലിൽ നേരാണ് അല്ലേ, ഡോക്ടർമാർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ മദ്ദളം മുട്ടാണ്, ചെണ്ട കെട്ടാണ്. കുറച്ച് ആൺകുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ യോജിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പെൺകുട്ടികൾ നീന്താണ് അല്ലേ, അതിനെന്താ നമ്മൾ പറയാം? ഇതാ, അൽ ബനാത്തു യസ്ബഹ്ന ഫിൽ ബിർക്ക. പെൺകുട്ടികൾ കുളത്തിൽ നീന്തുന്നു. അതിൻ്റെ ഓർഡർ നോക്കി ഞങ്ങൾ. ഫസ്റ്റ് ബനാത്ത് എഴുതണം, പിന്നെ യസ്ബഹ്ന എഴുതണം, പിന്നെ ഫിൽ ബിർക്ക എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി ഡോക്ടർമാർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലേ, അതിനെന്താണ്? അത്തിബ ഡോക്ടർമാർ, യദ്ഹബൂന ഫസ്റ്റ് ഡോക്ടർമാരുടെ പേരെഴുതി, പിന്നെ യദ്ഹബൂന അവർ പോകുന്നു, ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ കുറച്ച് പെൺകുട്ടികൾ ചെണ്ടമുട്ടാണ്, വിദ്യാർത്ഥിനികൾ. അപ്പോൾ എന്താ, കുറച്ച് അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ, എതിരിബിന കൊട്ടുന്നു, മുട്ടുന്നു, അത്തുബൂല ചെണ്ട. അപ്പോൾ വിദ്യാർത്ഥിനികൾ ചെണ്ട കൊട്ടുന്നു, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി കുറച്ച് ആളുകൾ കളിക്കുകയാണ് അല്ലേ, കുറച്ച് ആൺകുട്ടികൾ. അപ്പോൾ അൽ ഔലാദു യൽഅബൂന അൽ ഖുറത്ത. ആൺകുട്ടികൾ ഫസ്റ്റ് ആൺകുട്ടികളെ പേര് എഴുതുക, പിന്നെ അവർ ചെയ്യുന്ന കാര്യം ഫിഇൽ എഴുതുക, പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്, ബോൾ കളിക്കുകയാണ് അല്ലേ, ആ കളിക്കുന്ന ബോളിൻ്റെ പേര് എഴുതുക. അൽ ഔലാദു യൽഅബൂന അൽ ഖുറത്ത. ആൺകുട്ടികൾ ബോൾ കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ 3 49ാമത്തെ പേജിലാണതുള്ളത്. സഹറത്താനി, ഹാത്താനി, ജമീലത്താനി. അതിൻ്റെ വർക്ക് വരുന്ന പേജ് ഇതാണ് കേട്ടോ, പേജ് നമ്പർ 49. ഇതിൽ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്, യോജിപ്പിക്കാനാണ്. ഇത് യോജിപ്പിച്ചാൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഹാദാനി, ഹാത്താനി
ഈ പേജിൽ 2 തരത്തിലുള്ള ഇഷാറത്തിൻ്റെ ഇസ്മുകളാണ്. ഇഷാറത്തിൻ്റെ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ ഇത്, ഈ, ഇവ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ യൂസ് ചെയ്യുന്ന പദങ്ങളാണ് ഇഷാറത്തിൻ്റെ ഇസ്മുകൾ. അപ്പോൾ ഇത് അറബിയിലാകുമ്പോൾ ആണിനും പെണ്ണിനും വേറെ വേറെ ഇസ്മുകൾ യൂസ് ചെയ്യണം. ഹാദാനി എന്നുള്ളത് ആണിന് യൂസ് ചെയ്യുന്നതാണ്, ഹാത്താനി എന്നുള്ളത് പെണ്ണിന് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മൊത്തത്തിൽ ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഹാദ ഇത് എന്നുള്ള അർത്ഥമാണ്. ഈ ഇത് മെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് എത്ര വസ്തുക്കൾ ഉണ്ടെങ്കിലാണ് യൂസ് ചെയ്യുക? ഒറ്റൊരു വസ്തു ഉണ്ടെങ്കിൽ അല്ല ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യുക. ഇനി ഹാദാനി, ഹാദാനി മെയിലാണ്, 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 ആളുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഹാദാനി. ഇനി ഹാദിഹി, ഹാദിഹി എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം തന്നെയാണ്. ഇത്, ഇവ, ഇവൾ എന്നൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഫീമെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് എത്ര വസ്തുക്കളുണ്ടെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഹാത്താനി, ഹാത്താനി ഇതും ഫീമെയിലാണ്, പെണ്ണിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 2 വസ്തുക്കൾ ഉണ്ടെങ്കിൽ, 2 പെൺകുട്ടികളുണ്ടെങ്കിൽ, 2 പെണ്ണുങ്ങളുണ്ടെങ്കിൽ വസ്തുക്കളുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഹാത്താൻ. ഇനി അതെങ്ങനെ ഉദാഹരണത്തിൽ എങ്ങനെ എഴുതാം? ഹാദാ കിതാബുൻ. ഈ കിതാബ് എന്നുള്ളത് ഒരു ഇസ്മാണ്. അത് ആണുങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഇസ്മാണ്. അതുകൊണ്ടാണ് ഹാദ, ആണുങ്ങളുടെ ഹാദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഹാദാനി, കിതാബാനി. ഇവിടെ 2 കിതാബുകൾ, കിതാബാനി എന്ന് പറഞ്ഞാൽ 2 കിതാബുകളുണ്ട്. അതുകൊണ്ടാണ് 2 എന്നർത്ഥം വരുന്ന ഹാദാനി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും മെയിനാണ്. ഇനി ഹാദിഹി സഹറത്തും, ഇതൊരു പൂവാണ്. ഇത് ഒരു പൂവാണ് അല്ലേ. അപ്പോൾ സഹറത്തുൻ എന്നുള്ളത് പെണ്ണിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഇസ്മാണ്. അതുകൊണ്ടാണ് പെണ്ണിൻ്റെ ഹാദിഹി എന്നത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹാത്താനി, സഹറത്താനി, 2 പൂക്കളുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് 2 എന്ന അർത്ഥം വരുന്ന സ്ത്രീയുടെ ഇഷാറത്തിൻ്റെ ഇസ്മായ, പെണ്ണിൻ്റെ ഇഷാറത്തിൻ്റെ ഇസ്മായ ഹാത്താനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ കഴിയും. ഹാദാനി, ഫനസാനി, 2 ചക്ക. ഹാദാനി, ഫനസാനി, ഈ 2 ചക്കകളും എന്താണ്? കബീറാനി, വലുതാണ്. ഇനി വേറെ ഏതാ ആണുങ്ങളെ ഇസ്മുള്ളത്? കമീസാനി ആണുങ്ങളുടെ ഇസ്മാണ് അല്ലേ. കമീസ് നമ്മളുടെ ഡ്രസ്സാണ്. ഇപ്പോൾ ജദീദാനി എന്ന് കൊടുക്കാം. ഹാദാനി, കമീസാനി, ജദീദാനി. ജദീദാനി എന്ന് പറഞ്ഞാൽ പുതിയതാണ്. ഈ 2 കമീസുകളും പുതിയതാണ്. ഇനി വേറെ ഏതാ ആണുങ്ങളുള്ളത്? വലദാനി അല്ലേ. ഇനി ഹാദാനി, വലദാനി, സഗീറാനി. സഗീറാനി എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ചെറിയ കുട്ടികളാണ്. ഈ 2 കുട്ടികളും ആൺകുട്ടികളും ചെറിയവരാണ്. ഇനി ആണുങ്ങളുടെ ഇസ്മുകൾ കഴിഞ്ഞു. ഇനി ഹാത്താനിയെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർഡർ ആക്കി വെക്കാം. അതിന് മുമ്പ് ഇതിൽ മുഅന്നസായ, അതായത് ഫീമെയിലായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മുമരിദാത്താനി നേഴ്സ്, അത് ഫീമെയിലാണ്. സഹറത്താനി പൂക്കൾ, ഫീമെയിലാണ്. തുഫാഹത്താനി ആപ്പിളുകൾ, അത് ഫീമെയിലാണ് കേട്ടോ. ഇനി അതിന് യോജിച്ചവ നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതണം. ഹാത്താനി, മുമരിദാത്താനി, ജാലിസത്താനി, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. ഇനി രണ്ടാമത്തത് ഹാത്താനി, സഹറത്താനി, ജമീലത്താനി. ഇനി ഹാത്താനി, തുഫാഹത്താനി, ലദീദത്താനി. പിന്നെ അർത്ഥം അറിയാലോ, അർത്ഥം ഒന്നുകൊണ്ട് പറഞ്ഞുതരാം. ഹാത്താനി, മുമരിലത്താനി, ഈ 2 നഴ്സുമാരും ജാലിസത്താനി ഇരിക്കുന്നവരാണ്. ഇനി അടുത്ത ഹാത്താനി, സഹറത്താനി, ഈ 2 പൂക്കളും, ജമീലത്താനി ഭംഗിയുള്ളതാണ്. ഇനി മൂന്നാമത്തത് ഹാത്താനി, തുഫാഹത്താനി, ഈ 2 ആപ്പിളുകളും എന്താണ്? ലദീദത്താനി മധുരമുള്ളതാണ്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ നോക്കാം. ക്വസ്റ്റ്യന് 3 അല്ലേ. സഹറത്താനി, ഹാത്താനി, ജമീലത്താനി. അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുക്കണ്ടേ? ഹാത്താനി, സഹറത്താനി, ജമീലത്താനി എന്ന് കൊടുക്കണ്ടേ. ഫസ്റ്റ് ഹാത്താനി, പിന്നെ സഹറത്താനി, ജമീലത്താനി. ഓക്കെ. ഇനി അടുത്തത് 4 യദ്ഹബാനി, അവർ 2 പോകുന്ന നിലയിൽ മദ്രസയിലേക്ക് ഹുമ, അവർ 2 പേരും. ഇത് ഏത് പേജിലാണെന്ന് വെച്ചാൽ പേജ് നമ്പർ 66 അതായത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഓർഡർ തെറ്റിച്ചിട്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കാം. യതഅറഫു നഅബിർ, ഇത് നമുക്ക് മനസ്സിലാക്കാം. മൻ ഹുമ, ആരാണ് അവർ 2 പേരും? ഹുമ എന്ന് പറഞ്ഞാൽ 2 പേർ എന്നുള്ള അർത്ഥം. ഈ ഹുമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹുമയോട് എങ്ങനെയൊക്കെ വാക്കുകൾ യോജിപ്പിക്കാം എന്നതാണ് ഈ ഒരു പേജിൻ്റെ, ഈ ഒരു ആക്ടിവിറ്റീൻ്റെ ലക്ഷ്യം. ഇതിനെക്കുറിച്ച് നമ്മൾ ധാരാളം പ്രാക്ടീസ്, ഇതിൻ്റെ ധാരാളം വർക്കുകൾ നമ്മൾ നോട്ടിൽ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഹുമ, മൻ ഹുമ, അവർ 2 പേരും ആരാണ്? അപ്പോൾ ഉത്തരം പറയുകയാണ് ഹുമ, അവർ 2 പേരും ദാരിസാനി, വിദ്യാർത്ഥികളാണ്. പിന്നെ ചോദിക്കുകയാണ് ഐന യദ്ഹബാനി, ഐന എവിടെ, യദ്ഹബാനി അവർ 2 പേരും പോകുന്നു, എവിടെയാണ് അവർ 2 പേരും പോകുന്നത്? ഉത്തരം പറയാണ് ഹുമ, അവർ 2 പേരും യദ്ഹബാനി പോകുന്നു, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് പോകുന്നു.
ഇനി പെൺകുട്ടികളെ കുറിച്ചാണ് ഇതേപോലെ ചോദിക്കുന്നത്. ആൺകുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോഴും പെൺകുട്ടികളെ കുറിച്ച് ചോദിക്കുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൻ ഹുമ, അവർ രണ്ടുപേരും ആരാണ്? അപ്പോൾ ഉത്തരം പറയാണ് ഹുമ ദാരിസത്താനി. നേരത്തെ ദാരിസാനി എന്ന് പറഞ്ഞു, പെൺകുട്ടികളായപ്പോൾ ദാരിസത്താനി എന്ന് പറഞ്ഞു, കണ്ടില്ലേ? ഇനി അടുത്ത ചോദ്യം, അയിന തദ്ഹബാനി, അവർ രണ്ടുപേരും എവിടെയാണ് പോകുന്നത്? ഉത്തരം എന്താ? ഹുമ തദ്ഹബാനി, അവർ രണ്ടുപേരും പോകുന്നു. നേരത്തെ യദ്ഹബാനി എന്ന് പറഞ്ഞു, ആൺകുട്ടികളായതുകൊണ്ട് യാ ആണ് ഉപയോഗിച്ചത്, ഇവിടെ താ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഹുമ തദ്ഹബാനി ഇലൽ മദ്രസ, അവർ രണ്ടുപേരും മദ്രസയിലേക്കാണ് പോകുന്നത്. ഉത്തരം കണ്ടില്ലേ? ഞാൻ കൈവക്ക് കാണുന്നില്ലേ? ഇവിടെയാണ് കേട്ടോ അപ്പോൾ വായിച്ചത്, ഹുമ തദ്ഹബാനി ഇലൽ മദ്രസ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഉത്തരം എഴുതേണ്ടത്. ഇപ്പോൾ യദ്ഹബാനി ഇലൽ മദ്രസ ഹുമ. അപ്പോൾ ആദ്യം ഏതാണ് വരേണ്ടത്? ഹുമ അല്ലേ? ഹുമയാണ് വരുന്നത്. ഹുമ യദ്ഹബാനി ഇലൽ മദ്രസ, ഹുമ യദ്ഹബാനി ഇലൽ മദ്രസ, അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. 5 നുക്മിൽ ജുമല ബി കലിമാത്തിൽ മനാസിബ, യോജിച്ച പദങ്ങളെ കൊണ്ട് ഈ ജുമലകൾ പൂരിപ്പിക്കുക. ഇവിടെ കുറേ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂരിപ്പിക്കേണ്ട സ്ഥലങ്ങൾ വിട്ടിട്ടുണ്ട്. ഈ പൂരിപ്പിക്കേണ്ട ഇടത്ത് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറേ ഡ്രസ്സിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ അറബി വാക്കുകളാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പേജ് നമ്പർ 78 ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം, ചോദ്യം നോക്കാം. ഇർത്തദ അഹ്മദ്, അഹ്മദ് ധരിച്ചു. എന്താ ധരിച്ചത്? ഒരു പാൻ്റാണ് ഇവിടെ കൊടുത്തിട്ട് അല്ലേ? പാൻറ്റിൻ്റെ ചിത്രവും ഒരു തൊപ്പിയുടെ ചിത്രം. ഇപ്പോൾ രണ്ടിന് എന്താ അറബി പറയാം നോക്കാം. പാൻറ്റിന് അറബി പറയുന്നത് ബന്തലോൻ. അപ്പോൾ ഇർത്തദ അഹ്മദു ബന്തലോൻ തൊപ്പിക്കെന്താ പറയുക നമ്മൾ? കലൻസവ. കലൻസവ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി ലബിസത്ത് ഹുദ, ഹുദ ധരിച്ചു. ഹുദ ധരിച്ചു. എന്ത് വസ്ത്രം ധരിച്ചത്? ഒരു 2 വസ്ത്രത്തിൻ്റെ പേര് ഇവിടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് പേര് ഇവിടെ എഴുതി കൊടുക്കണം. ഇതിനെന്താ പറയുക നമ്മൾ? ഫുസ്താൻ. അപ്പോൾ ലബിസ്തു ഹുദ ഫുസ്താൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ തട്ടം ഇട്ടിട്ടുണ്ട് അല്ലേ? തട്ടത്തിനെന്ന് അറബി പറയുക ഹിമാർ. ഹിമാർ എന്നത്. അപ്പോൾ ലബിസത്ത് ഹുദ ഫുസ്താൻ ഹിമാറുൻ, അത് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. മൂന്നാമത്തത് ഇഷ്തറൽ വാലിദു, ഉപ്പ വാങ്ങി. എന്താണ് ചിത്രം? ടെയ്യിൻ്റെ ചിത്രമാണ് അല്ലേ? ടെയ്ക്ക് എന്താ പറയുക? ഉർബ എന്ന് പറയുക. അപ്പോൾ ഇഷ്തറൽ വാലിദു ഉർബ ബെൽറ്റിന് എന്താ പറയുക? ഹിസാം എന്ന് പറയുക അല്ലേ? ബെൽറ്റിന് ബെൽറ്റ് ഹിസാം എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി ഇഷ്തറത്തിൽ ഉമ്മ വാങ്ങി. ഉമ്മ എന്താ വാങ്ങി? ഒരു ഹാഫ് പാൻ്റ് അല്ലേ? സിർവാൽ. അപ്പോൾ അതിനെന്താ പറയുക? ഇതിന് സിർവാൽ എന്നാ പറയുക. അപ്പോൾ ഇസ്തറത്തിൽ ഉമ്മ സിർവാൽ, പിന്നെന്താ വാങ്ങിയേ? ചെറിയ ഉടുപ്പ് വാങ്ങി അല്ലേ? തെന്നൂറ, ഒരു തെന്നൂറയും. ഇസ്തറത്തിൽ ഉമ്മ സിർവാൽ തെന്നൂറ. അപ്പോൾ ഈ പേജിലുള്ള ചിത്രങ്ങളും അതിൻ്റെ അറബി വാക്യങ്ങളും എന്താക്കുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതനുസരിച്ചിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. 6 നഖ്താറു സഹീഹ്, ശരിയായത് തിരഞ്ഞെടുക്കാം. 2 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിത്രത്തിന് യോജിച്ച വാക്ക് ഏതാണോ അതിന് ടിക്കിടുക. ഓക്കെ. അപ്പോൾ ഇവിടെ പാത്രത്തിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരുപാട് പഴങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പഴങ്ങൾക്ക് എന്നാണ് അറബി പറയുക? ഫാക്കിഹത്ത് എന്നാണോ ഫവാക്കിഹ് എന്നാണോ? ഫവാക്കിഹ് എന്നാണ് പറയുക അല്ലേ? ഓക്കെ. ഇനി കിതാബ് കുത്തുബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബിന് പറയുന്നതാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബുകൾക്ക് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എത്ര കിതാബുള്ളത്? ഒറ്റ കിതാബാണുള്ളത്. അപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? കിതാബാണല്ലേ? അപ്പോൾ കിതാബ് തിരഞ്ഞെടുക്കുക. ആനിയത്ത് പാത്രം, അവാനി പാത്രങ്ങൾ. ഇവിടെ ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അവാനിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പേജ് ഏതാണെന്ന് നോക്കാം. പേജ് നമ്പർ 82 ഇങ്ങനെയുള്ള ജമ്മകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ചെയ്തു നോക്കാം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ കുറേ പ്ലേറ്റുകളുണ്ട്, പാത്രങ്ങൾക്ക് നമ്മളെന്നാ പഠിച്ചത്? അവാനി എന്നാണ്. അപ്പോൾ ഏറ്റവും അടിയിൽ അവാനി എന്ന് കാണും. ഈ അവാനിയാണ് ഇതിൻ്റെ ഇസ്മ്. ഇപ്പോൾ പാത്രങ്ങളെന്ന് അർത്ഥം. ഇനി കുറേ പേനകളുണ്ട്. പേനകൾക്ക് എന്താ പറയുക? പേനക്ക് കലം എന്ന് പറയും, പേനകൾക്ക് അക്കിലാം എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്, അക്കിലാമുൻ, പേനകൾ. ഇനി കുറേ ബുക്കുകളുണ്ട്. ഒരു ബുക്കിന് കിതാബ് എന്ന് പറയും. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ പറയുക? കുത്തുബ് എന്ന് പറയും കേട്ടോ. അപ്പോൾ കുത്തുബുൻ പുസ്തകങ്ങൾ.
ഇനി ഇവിടെ കുറേ ആൺകുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് വലതു എന്ന് പറയും. ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഔലാദ് എന്ന് പറയും. കണ്ടില്ലേ, ഔലാദുൻ ആൺകുട്ടികൾ. ഇനി ഇവിടെ കുറേ പെൺകുട്ടികളുണ്ട്. അടിഭാഗത്ത് കുറേ പെൺകുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിക്ക് ബിന്തു എന്ന് പറയും. ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ബനാത്ത് എന്ന് പറയും. ഇനി ഇവിടെ കുറേ ചെടികളുണ്ട് അല്ലേ. ഒരു ചെടിക്ക് അറസ് എന്ന് പറയും. ഒരുപാട് ചെടികൾ ഉണ്ടാകുമ്പോൾ അഹറാസ് എന്ന് പറയും. ഇനി ഇവിടെ കുറേ പത്രങ്ങളുണ്ട് അല്ലേ. ഒരു പത്രത്തിന് ജരീദത്ത് എന്ന് പറയും. ഒരുപാട് പത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ജറായിദ് എന്ന് പറയും. ഇനി ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. ഒരു ഫ്രൂട്ട്സിന് ഫാക്കിഹത്ത് എന്ന് പറയും. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഫവാക്കിഹ് എന്ന് പറയും. അപ്പോൾ ഇതൊന്നും എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. 7 നുക്മിൽ വനക്തുബ് പൂരിപ്പിച്ചെഴുതാം. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ എടുത്തിട്ട് ഫില്ല് ചെയ്യാം. നോക്കാം. അൽ ഔലാദ് ആൺകുട്ടികൾ ഡേഷ് അൽ ഖുറത്ത ബോളിനെ ഡേഷ് ചെയ്യുന്നു. അപ്പോൾ എൽ അബു കളിക്കുന്നു, തെൽ അബൂനും അതിൻ്റെ അർത്ഥം കളിക്കുന്നു എന്നാണ്. എൽ അബൂന അതും കളിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എൽ അബു എന്നുള്ളത് ഒരാൾ കളിക്കുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. തെൽ അബൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുമ്പോൾ, നിങ്ങൾ കളിക്കുന്നു എന്ന അർത്ഥത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക. എൽ അബൂന അവർ കുറേ ആളുകൾ കളിക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ് യൂസ് ചെയ്യുക. ഇവിടെ അവരാണല്ലോ കളിക്കുന്നത്, ഔലാദ് ആണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? എൽ അബൂന എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അൽ ഔലാദു എൽ അബൂന അൽ ഖുറത്ത. ഇനി അൽ മുസാരിയോ കൃഷിക്കാരൻ ഡേഷ് അശത്തില. ഓക്കെ, അപ്പോൾ അങ്ങനെ അതെങ്ങനെയാണ്? തഗരീസു നടുന്നു. തഗരീസു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് നടന്നു എന്നതിനാണ് തഗരീസ് എന്ന് പറയും. യഗരീസ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് നടന്നതിന്. യഗരീസാനി എന്ന് പറഞ്ഞാൽ 2 പേര് നടന്നതിനാണ് പറയും. അപ്പോൾ മുസാരിയ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അതും ആണുങ്ങളാണ്. അപ്പോൾ മുസാരിയ ആണുങ്ങളായതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് യൂസ് ചെയ്യുന്നൊരു പദം നമ്മൾ ഇവിടുന്ന് കണ്ടെത്തി എഴുതണം. അതും ഒറ്റ ഒരാളാണ്. മുസാരി എന്ന് പറഞ്ഞാൽ ഒറ്റ കൃഷിക്കാരനാണ്. ഒറ്റ കൃഷിക്കാരന് പറ്റിയത് ഏതാണ്? യഗരീസു എന്നുള്ളതാണ്. യഗരീസാനി എന്ന് പറഞ്ഞാൽ 2 പേരാണ്. തഗരീസു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കാണ് പറയുക. അപ്പോൾ യഗരീസു ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 3ൻ്റെ അർത്ഥം സെയിമാണ്, നടുന്നു എന്നാണ്. ഓക്കെ, ഇനി ചോദ്യം 8 നുലാഹിലു വനബിറും. ശരിയായത് എടുത്തിട്ട് എന്താക്കുക, ഓരോന്നും യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഹാദാനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പഠിച്ചിരുന്നു. ഇതനുസരിച്ചിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത് കേട്ടോ. നോക്കാം. ഹാദാനി, ഹാദിഹി, ഹാത്താനി. ഹാദ എന്നുള്ളതും ഹാദാനി എന്നുള്ളതും ആണുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണല്ലേ. അല്ലെങ്കിൽ ആണുങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന പേരുകൾക്ക് വേണ്ടിയിട്ട് അല്ല വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹാദിഹിം ഹാത്താനിയും പെണ്ണുങ്ങൾക്ക് അല്ല പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന പേരുകൾക്കും വസ്തുക്കൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കാം. ഡേഷ് ബിൻതാനി സഗീറത്താനി, അവർ 2 പേർ ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ 2 ചെറിയ പെൺകുട്ടികൾക്ക് എന്താണ് യൂസ് ചെയ്യുക? ഹാത്താനിയാണല്ലേ. ഹാത്താനിയുടെ ഏതാ? ഇനി ഖുറത്തുൻ ജമീലത്തുൻ, നല്ല ഭംഗിയുള്ള ബോള്. ഇപ്പോൾ ഖുറത്തുൻ ഇത് ആണ് ഇസ്മാണ് പെണ്ണ് ഇസ്മാണോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇത് പെണ്ണ് ഇസ്മാണ്. കാരണം എന്താ, ഇവിടെ അതിൻ്റെ അവസാനത്തിൽ ഹാത്ത വന്നിട്ടുണ്ട്. ഖുറത്തിൻ്റെ അവസാനത്തിൽ ഹാത്ത വന്നിട്ടുണ്ട്, ജമീലത്തിൻ്റെ അവസാനത്തിൽ ഹാത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഖുറത്തുൻ ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ബോളിനാണ് നമ്മൾ പറയുന്നത് അല്ലേ, ഭംഗിയുള്ള ഒരു ബോൾ. അപ്പോൾ ഇത് പെണ്ണിസ്മായതുകൊണ്ട് ഹാദിഹി എന്നാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി 3 ഡേഷ് ഒസ്ഫുറാനി സഗീറാനി, 2 ചെറിയ കിളികൾ. ഒസ്ഫുറാനി സഗീറാനി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇസ്മ അത് ആണുങ്ങളുടെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതും 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണമുള്ള ആണുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇഷാറത്തിൻ്റെ ഇസ്മ ഏതാണ്? ഹാദാനിയാണല്ലേ. അപ്പോൾ ഹാദാനി ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫീലുൻ കബീർ, വലിയ ആന. അപ്പോൾ ഒറ്റ ഒരു ആനക്കാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ആനക്ക് പറയുന്ന പേരാണ്. അപ്പോൾ ഫീലുൻ കബീർ. അപ്പോൾ ഈ ഇസ്മ ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? ആണുങ്ങളുടെ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പോൾ അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ആദ്യമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് 9 നുലാഹിൽ വനഖ്താർ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യോജിച്ചതെടുത്തിട്ട് എന്താക്കുക, ഫില്ല് ചെയ്യുക. ഓരോ ചിത്രത്തിനും ഫില്ല് ചെയ്യുക. ഒന്നാമത്തെ ചിത്രത്തിൽ ആളുകളൊക്കെ വന്നാൽ ഇരിക്കുന്ന ഒരു ഹാളാണ് അല്ലേ, സ്വീകരിക്കുന്ന ഹാളാണ്. അപ്പോൾ അതിനൊന്ന് അറബി പറയും. ഓരോ മുറികളുടെയും അറബിയിലെ പേര് എഴുതുന്നതിന് മുമ്പ് അതിൻ്റെ പാഠം നമുക്ക് നോക്കാം. നുലാഹിലു വനഫമു. അപ്പോൾ ഈ ഒരു പേജിലാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തിന് വാജിഹത്തുൽ മൻസിൽ എന്ന് പറയും. ഇനി ആളുകളൊക്കെ വന്നാൽ ഇരിക്കുന്ന ആ സ്ഥലത്തിന് ഉർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറയും. ഇനി കിടക്കുന്ന റൂമിന് ഉർഫത്തുൽ നൗം എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാളിന് ഉർഫത്തു തആം എന്ന് പറയും. ഇനി അടുക്കളക്ക് എന്താ പറയുക? മത്ബഖ് എന്ന് പറയും. ഇനി ബാത്റൂമിന് കുളിക്കുന്ന റൂമിന്
കുളിക്കുന്ന സ്ഥലത്തിന് ഹമ്മാം എന്ന് പറയും. ഈ പാഠത്തിലുള്ള അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടത്. ഇപ്പോൾ ആളുകളൊക്കെ വന്നാൽ ഇരിപ്പിക്കുന്ന അവരെ സ്വീകരിക്കുന്ന ആ സ്ഥലം, ആ റൂമിന് ഗുർഫത്തുൽ ഇസ്തിഖ്ബാൽ എന്നാണ് പറയുക. ഇതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചിത്രം ഏതാ? ബെഡ്റൂമാണല്ലേ, ഉറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഗുർഫത്തു നൗം കൊടുക്കുക. ഇനി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് എന്താ പറയുക? ഗുർഫത്തു തആം എന്ന് കൊടുക്കുക. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം, അടുക്കള അല്ലേ, കിച്ചൺ എന്താ പറയുക? മത്ബഖ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇഖ്തിബാറുൻ ഷഫഹിയാണ്. ഇഖ്തിബാറു ഷഫഹി എന്ന് പറഞ്ഞാൽ ഓറൽ എക്സാമാണ്. ഇത് നോക്കാം. 10ാമത്തെ നതദക്കറു വനുൻഷിദു, ഓർമ്മിച്ചിട്ട് എടുത്തിട്ട് പാടിക്കൊടുക്കണം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഹയ്യ ഹയ്യ അഹിബായ് എന്നുള്ള പാട്ടാണ്. രണ്ടാമത്തത് മൻസിലി എന്നുള്ള പാട്ടാണ്. ഇതിലേതെങ്കിലും ഒരു പാട്ട് എന്താക്കാം നമ്മൾ പാടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതല്ലാത്ത കാര്യങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് വന്നിട്ടുള്ളത്. ഇനി 11ാമത്തെ ചോദ്യം യത്ലു വനസ്തഹ്സിനു, നോക്കിയിട്ട് വായിച്ചു കൊടുക്കാനുള്ളതാണ്. 4 5 ക്വസ്റ്റ്യനിൽ 4 എന്താക്കിയാൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. ഒന്നാമത്തത് ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന. അപ്പോൾ ഇതുപോലുള്ള ആയത്തുകൾ നമ്മുടെ പാഠഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലുള്ള പേജുകൾ നമുക്ക് കാണാം. ഓരോ പാഠഭാഗത്തിൻ്റെ അവസാനം ഇതുപോലുള്ള പേജുകൾ കാണാം. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് നോക്കി ഓതലിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പേജുകൾ എന്താക്കുക, ഒന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കേട്ടതും അറിഞ്ഞതും പഠിച്ചതും ഒക്കെ അല്ലാഹു തആല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരീക്ഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് കൂടി ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ്.